കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ ഏഴാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ആന്തര്യേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, 7-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ലോകം ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയും കൂടെ ആയിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. കാര്യം ഈ ലോകത്ത് വളരെ ദുഷ്ടത ഈ കാലത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞാൽ, മനുഷ്യർക്ക് തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹമല്ലേ നമ്മുടേത് എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ദുഷ്ടതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, പുരുഷൻ സ്ത്രീയോടാകട്ടെ, സ്ത്രീ പുരുഷനോടാകട്ടെ, അപ്പൻ മക്കളോടാകട്ടെ, മക്കൾ അപ്പനോടാകട്ടെ, അമ്മ മക്കളോടാകട്ടെ, മക്കൾ അമ്മയോടാകട്ടെ, അങ്ങനെ പരസ്പര അല്ലെങ്കിൽ ബന്ധങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കുവാനോ തിരിച്ചറിയുവാനോ കഴിയാതെ ഉപദ്രവിക്കുന്ന, സ്തോത്രമില്ലെങ്കിൽ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന, ഇല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികൾ അല്ലേ, പലതരത്തിലുള്ള നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന, ഇല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന തരത്തിലുള്ള ദുഷ്ടപ്രവൃത്തികളെ ചെയ്യുന്ന മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എന്നാൽ തിരുവചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകുവാൻ തക്കവണ്ണം ഇടവരും അല്ലേ. എന്തുവാണ് ഈ ദുഷ്ടത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പലപ്പോഴും നമ്മളൊക്കെ കരുണയില്ലാതെ, ഇല്ലെങ്കിൽ കരുണ നഷ്ടപ്പെടുന്നു, മനുഷ്യത്വം നഷ്ടപ്പെടുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പല മേഖലകളിൽ നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കുന്നില്ലേ. അപ്പം ഇതിനെയാണ് ദുഷ്ടത എന്ന് പറയുന്നത്. ഒരിക്കലും അത് ദൈവികമായ ഒരു കാര്യം അല്ല. സ്തോത്രം. അത് പ്രാകൃതമാണ്. അപ്പോൾ തന്നെ അത് പൈശാചിക ശക്തിയുടെ കീഴിൽ വരുന്നതുമാണ്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ദുഷ്ടതകൾ എന്തു ചെയ്യും? തീർന്നു പോകുവാൻ തക്കവണ്ണമിടെ. ഇതിനകത്ത് നമുക്ക് പ്രത്യാശ നൽകുന്ന, നമ്മെ സ്തോത്രം ഉദ്ധരിക്കുന്ന, നമ്മെ പണിയുന്ന ഒരു തലമെന്ന് പറയുന്നത്, ഏത് ദുഷ്ടതകൾ ഈ ലോകത്തുണ്ടായിരുന്നാലും ഇതിനകത്ത് നീതിമാനെ ദൈവം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളത് സത്യമല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കഷ്ടതകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, പോരാട്ടങ്ങൾ വരാം, വെല്ലുവിളികൾ വരാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീതിമാന ദൈവം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വേദപുസ്തകത്തിൻ്റെ വിവിധ കാലങ്ങൾ നമ്മൾ പുതിയ നിയമകാലങ്ങൾ 2 തലങ്ങൾ നമുക്ക് വേദപുസ്തകത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും സ്തോത്രം, ആദാം മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യകാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ദുഷ്ടതകളുടെ നടുവിൽ ഇന്ന് നിങ്ങൾക്ക് അറിയാമോ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു തലമുറ മുഴുവൻ പാപത്തിൻ്റെ അധീനതയിൽ പോയപ്പോൾ, ഒരു തലമുറ മുഴുവൻ പാപത്തിൻ്റെ അധാർമികതയിലേക്ക് വഴിമാറിയപ്പോൾ, ദൈവകൃപയാൽ പൊതിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്ന പേര് നോഹ എന്നാണ് അല്ലേ. ആ കാലഘട്ടം, ആ തലമുറ മുഴുവനും വെള്ളത്തിൽ നശിക്കപ്പെടുമ്പോൾ നീതിമാനായ നോഹയെ ദൈവം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകും. എന്നാൽ നമ്മൾ നീതിയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് നീതിയോടെ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. അവിടെ ഞങ്ങളെ സഹായിക്കണം, അത്ഭുതം ചെയ്യണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.